നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളു കുടിച്ച വയറ്റി കിടക്കണമെന്ന് പറയാറില്ലേ? വയറ്റി കെട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ നടുറോഡിലും എന്തിനേറെ ഈ റെയിൽവേ ട്രാക്കിലും പോയി കിടക്കും. സ്വന്തമായി എന്തെങ്കിലും വരുത്തി വെച്ചൊരു കാര്യമില്ല. പക്ഷെ ആ ട്രെയിനിലടക്കം ഇരിക്കുന്ന ഒന്നും അറിയാത്ത എത്ര ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള കളികളാണ് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വന്ദേ ഭാരത് ഒരു ഓട്ടോ ഇടിച്ചു. ഏതെങ്ങനെയാ റോഡിലൂടെ ഓടുന്ന ഓട്ടോ വന്ദേ ഭാരത് റോഡിൽ കയറി ഇടിച്ചോ എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. ട്രെയിൻ ട്രാക്കിൽ വന്ദേ ഭാരത് വരുന്ന ട്രാക്കിൽ ഒരു ഓട്ടോ ഇട്ടതിന് ശേഷം ഓട്ടോ ഡ്രൈവർ ഓടി. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് വർക്കലയ്ക്ക് സമീപം അകത്തുമുറിയിൽ വെച്ചാണ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ അമിത വേഗത്തിൽ ഓടിച്ച ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട ട്രാക്കിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് 1 മണിക്കൂറോളം സ്ഥലത്ത് നിർത്തിയിടേണ്ടി വന്നു. അപകടം നടന്നത് വർക്കലയ്ക്ക് അടുത്തുള്ള അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിലാണ്. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ അമിത വേഗത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയും അത് ട്രാക്കിലേക്ക് മറിക്കുകയുമായിരുന്നു ചെയ്തത്. ഈ സമയം കടന്നു വന്ന വന്ദേ ഭാരത് ട്രെയിന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട ഓട്ടോ ഡ്രൈവർ സിബിൻ എന്ന 28 വയസ്സുകാരനെ റെയിൽവേ സംരക്ഷണ സേന RPF കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകട സമയത്ത് ഡ്രൈവർ സിബി മദ്യപിച്ചിരുന്നതായാണ് പ്രാഥമിക നിഗമനം. പ്ലാറ്റ്ഫോമിലേക്ക് ഓട്ടോറിക്ഷ ഓടിച്ചു കയറ്റിയത് വലിയ സുരക്ഷാ വീഴ്ചയായാണ് കണക്കാക്കുന്നത്. ഭാഗ്യവശാൽ ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്കോ ഡ്രൈവർക്കോ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും കൃത്യമായി തന്നെ ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധ അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കാരണം ലോക്കോ പൈലറ്റ് ആദ്യം തന്നെ വളരെ ദൂരെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ഓട്ടോ ട്രാക്കിലേക്ക് വരുന്നത് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വേഗത വളരെ കുറച്ച് പരിധിപ്പെടുത്തി, അതായത് കയ്യിൽ നിയന്ത്രണവിധമാക്കിയാണ് വന്നതിന് ശേഷം ഇടിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതിന് ഇടിച്ച് നിർത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഇടിച്ച് തെറിപ്പിച്ചു പോരുന്നെങ്കിൽ ഒരു പക്ഷെ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്കോ ഈ ലോക്കോ പൈലറ്റിനോ ഒന്നും തന്നെ അപകടം പറ്റിയിട്ടില്ല. അപകടത്തിൽ തകർന്ന ഓട്ടോറിക്ഷ ട്രാക്കിൽ നിന്ന് നീക്കം ചെയ്ത ശേഷമാണ് ട്രെയിൻ യാത്ര തുടങ്ങിയത്. ഏകദേശം 1 മണിക്കൂറോളം ട്രെയിൻ വൈകിയത് യാത്രക്കാരെ വലച്ചു. സംഭവത്തിൽ റെയിൽവേ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നിരവധി ഇയാളെ പിടിച്ച നാട്ടുകാരും ഒക്കെ തന്നെ, അതായത് ഇവിടെ ഈ ഒരു അകത്തുമുറി ഭാഗത്ത് ഈ ട്രാക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഇതിലേക്ക് കയറ്റാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇയാൾ ദുരുപയോഗം ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ ഓട്ടോ ഓടിച്ച് നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ വന്ദേ ഭാരത് വരുന്നത് കണ്ടത്. വന്ദേ ഭാരത് വന്ന് കണ്ടതും എടുത്തു മാറ്റുകയായിരുന്നു. പ്രത്യേകിച്ചും ഒരു വിവരം പൈലറ്റിന് കിട്ടിയില്ല എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിച്ച കാര്യം. അദ്ദേഹത്തിന്റെ ലോക്കോ പൈലറ്റിന്റെ ഒരു ദൃഢമായ പ്രവർത്തനം കാരണമാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്തായാലും പ്രതികരണങ്ങൾ നോക്കാം. ഒന്നും ഉണ്ടായിരുന്നില്ല. There was no communication, absolutely nothing. ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോയേനെ. ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ നമ്മൾ നിൽക്കേണ്ടി വന്നു. പ്രതീക്ഷിക്കാതെ ഒരു യാത്ര ലേറ്റിംഗ് ആയി. ഒരു ഓട്ടോ പ്ലാറ്റ്ഫോമിൽ നിന്ന് മറിഞ്ഞ് ഫ്രണ്ടിൽ വന്ന് വീണു. എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോമിൽ കൂടി ആ ഓട്ടോ വന്നതാണ്. പ്രതീക്ഷിക്കാതെ കുഴിയിൽ വീണു. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓടിക്കണം. ആട്ടോ എടുത്ത് മാറ്റാൻ വേണ്ടി ആരെയും വിളിക്കാൻ വേണ്ടി പോയതിൻ്റെ ഇടയിലാണ് വണ്ടി വന്നത്.